ദൈവമക്കളെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രതീക്ഷ എന്താണ് എന്ന് ചോദിച്ചാൽ, അവരെ ആത്മീയമായി പക്വതയുള്ള, പാകതയുള്ള ജീവിതം ദൈവഹിതപ്രകാരം ക്രമപ്പെട്ടതായിരിക്കുന്ന വ്യക്തികളായിട്ട് തീരണം എന്നത് തന്നെയാണ് ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ളതായിരിക്കുന്ന ആഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും സ്ഥിതി അങ്ങനെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവം പ്രതീക്ഷിക്കുന്നതായ നിലയിലുള്ളതായിരിക്കുന്ന ആത്മീയ പക്വത, ആത്മീകമായിരിക്കുന്ന സൗന്ദര്യം, ആത്മീകമായിരിക്കുന്ന ആകർഷണീയത, ഇവയൊക്കെ പലപ്പോഴും നമ്മൾ കുറവാണ് എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. നമ്മൾ ആത്മീകമായിരിക്കുന്ന പക്വതയെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? ദൈവം പ്രതീക്ഷിക്കുന്നത് പോലെ വളരുന്നു, പക്വതപ്പെടുന്നു, പാകപ്പെടുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ്? ഇന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നതായിരിക്കുന്ന വേദഭാഗത്ത് എങ്ങനെയാണ് നമ്മൾ ആത്മീയമായി പക്വതപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായിരിക്കുന്ന 1-ാം ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായിരിക്കുന്ന ലേഖനം, 1-ാം ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായിരിക്കുന്ന 1-ാം ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാൽ അത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളിടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യർ അല്ലയോ? അപ്പോസ്തലനായ പൗലോസ് 3-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് എന്നാൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ എന്നുള്ളതായിരിക്കുന്ന ആ പ്രസ്താവന കേൾക്കുമ്പോൾ നമുക്കറിയാം, താൻ മുൻപ് പറഞ്ഞു വന്നതായിരിക്കുന്ന കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് താൻ തുടർന്ന് പറയാനായിട്ട് പോകുന്ന സാഹചര്യം എന്ന് നമുക്ക് വ്യക്തമാകും. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി എ വേർഡ് ഓഫ് കോൺട്രാസ്റ്റ്. മുൻപ് സംഭവിച്ചതായിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ എന്ന് നമ്മളെ കാണിക്കാനായിട്ട് അത് സൂചിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു വാക്കാണ് എന്നാൽ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. അപ്പോൾ 3-ാമത്തെ അധ്യായത്തിന് തുടർന്ന് നേരെ മുൻപ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സുവിശേഷം ഗ്രഹിക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തിപ്പെടുത്തിയത് എന്നുള്ളതായിരിക്കുന്ന കാര്യം എന്താ പറഞ്ഞു. നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് നമുക്ക് മറന്നിരുന്നതായിരിക്കുന്ന ഒരു ദൃഷ്ടിയിലും മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാതിരുന്ന, ഒരു കണ്ണിനും കാണുവാൻ കഴിയാതെ പോയ, ഒരു ചെവിക്കും കേൾക്കാൻ കഴിയാതെ പോയതായിരിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ സുവിശേഷത്തെ അയച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വ്യത്യാസപ്പെട്ട, രൂപാന്തരപ്പെട്ടതായിരിക്കുന്ന മനുഷ്യരായിട്ട് തീരുകയാണ്. സുവിശേഷം സത്യസന്ധമായി സ്വീകരിച്ചതിന് ശേഷം പഴയ നിലയിൽ തുടരുവാൻ ആർക്കും കഴിയുകയില്ല. സത്യസന്ധമായ രീതിയിൽ സുവിശേഷം സ്വീകരിച്ചതിന് ശേഷം പഴയ നിലയിൽ തുടരുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം സുവിശേഷം നമ്മളെ എല്ലാവരെയും രൂപപ്പെടുത്തുവാനുള്ള ദൈവത്തിന്റെ ശക്തിയാണ്, നമ്മളെ രക്ഷിക്കുവാനുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്നിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്നതിനാലാണ് ഈ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നുള്ളതായിരിക്കുന്ന കാര്യം പൗലോസ് പറഞ്ഞു.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ മനുഷ്യനെ പാകപ്പെടുത്തി പക്വതപ്പെടുത്തി അവനെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് പ്രസ്താവനകൾ ആണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളതായിരിക്കുന്ന വിശ്വാസി എന്ന് പറയുന്നത് അവൻ സകലത്തെയും വിവേചിക്കുവാൻ പ്രാപ്തിയുള്ളതായിരിക്കുന്ന ആത്മീകനാണ് എന്നാണ് അദ്ദേഹം വിശ്വാസികളെ കുറിച്ച് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന് വന്നു കഴിഞ്ഞാൽ ആത്മാവ് എന്ന് പറയുന്നതും ആത്മീകം എന്ന് പറയുന്നതും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരാൾക്ക് ലഭിച്ച് അദ്ദേഹം വിശ്വാസിയായിട്ട് തീർന്നു കഴിയുമ്പോൾ അവനെക്കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്നതായിരിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൽ അവനുള്ളതായിരിക്കുന്ന സാധ്യത എന്താണ് എന്ന് ചോദിച്ചാൽ അവൻ സകലത്തെയും വിവേചിക്കുവാൻ കഴിയും വിധം ആത്മീകനായിത്തീരുന്നു എന്നുള്ളതാണ് അവനെക്കുറിച്ച് പറയാൻ കഴിയുന്നതായിരിക്കുന്ന കാര്യം. അത് വേറെ ഒരു വിശദീകരണം അല്ലെങ്കിൽ വേറെ ഒരു പ്രസ്താവന അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കർത്താവിന്റെ മനസ്സുള്ളവരാക്കി നമ്മളെ തീർക്കുന്ന ദൈവത്തിന്റെ ക്രമീകരണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നാം കർത്താവിന്റെ മനസ്സുള്ളവരാകുന്നു, നാം ആത്മീകന്മാരാകുന്നു, നമുക്ക് സകലത്തെയും വിവേചിക്കുവാനുള്ളതായിരിക്കുന്ന കഴിവുണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ്, എന്നാൽ സഹോദരന്മാരെ, ഇതാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായിരിക്കുന്ന സാധ്യത എന്ന് പറയുന്ന ആളാണ്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ആത്മീകന്മാരായിരിക്കുന്ന ആളുകളോട് ഇടപെടുവാൻ കഴിയുന്ന രീതിയിൽ, സംസാരിക്കുവാൻ കഴിയുന്ന രീതിയിൽ കൊരിന്ത്യയിലെ ആളുകളോട് അദ്ദേഹത്തിന് സംസാരിക്കുവാനും ഇടപെടുവാനും കഴിഞ്ഞില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സുവിശേഷം സ്വീകരിച്ചതായിരിക്കുന്ന ആളുകൾ ആ സുവിശേഷത്തിന് അനുസൃതമായ രീതിയിൽ പെരുമാറുന്നില്ല. അതാണ് അപ്പോസ്തലനായ പൗലോസിന് കൊരിന്ത്യരോട് പറയാനുള്ളതായിരിക്കുന്ന പരാതി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആത്മീയമായിട്ട് വളർച്ച പ്രാപിച്ച ആളുകളല്ല, ആത്മീയമായി പക്വതയുള്ള ആളുകളല്ല. അതിനെക്കുറിച്ച് അദ്ദേഹം ഉപയോഗിച്ചതായിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് ക്രിസ്തുവിൽ ശിശുക്കളോട് എന്ന പോലെ അത്രേ എനിക്ക് നിങ്ങളോട് സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അപക്വത, ബാലിശമായിരിക്കുന്ന ശൈശവത്വം എന്ന് പറയുന്നതായിരിക്കുന്ന പ്രശ്നമാണ് ഇവിടെ കൊരിന്ത്യയിലുള്ളതായിരിക്കുന്ന ആളുകൾക്ക് ഉള്ളതായിരിക്കുന്ന പ്രശ്നം. അപ്പൊ ഞാൻ ആത്മീയ പക്വത എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്ന നിലയിലാണ് ഞാൻ ഈ പ്രസംഗം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് നാം ആത്മീയമായി പക്വതയിലെത്തിയ ആളുകളാണ്, അല്ലെങ്കിൽ നാം വളരുന്നു, പക്വത പ്രാപിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? അതിൽ ഒന്നാമത് അപ്പോസ്തലനായ പൗലോസിന്റെ പ്രസ്താവനയെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആത്മീയ പക്വതയുടെ ഒന്നാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് മനുഷ്യരുടെ ആത്മീയത തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന കഴിവുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. നേരത്തെ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ആത്മീകന്മാർ സകലത്തെയും വിവേചിക്കുന്നു. കാരണം തിരിച്ചറിയാനുള്ള പാകത, അതിനുള്ളതായിരിക്കുന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ആത്മീയ പക്വതയുടെ ഒന്നാമത്തെ ലക്ഷണമായിട്ട് പറയാൻ സാധിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന, സഹോദരന്മാരെ, നിങ്ങൾ ഏത് ആത്മീയ നിലയിലാണ് എന്നുള്ളത് എനിക്ക് പിടികിട്ടി, എനിക്ക് മനസ്സിലായി. നിങ്ങളോട് ആത്മീകന്മാരുടെ പോലെ എനിക്ക് ഇടപെടുവാനും സംസാരിക്കുവാനും കഴിയുകയില്ല. കാരണം നിങ്ങൾ ആത്മീകന്മാരല്ല, നിങ്ങൾ യഥാർത്ഥ ജഡീകന്മാരാണ്, നിങ്ങൾ ശിശുക്കളാണ് എന്ന് പറയാം. എല്ലാ മനുഷ്യരോടും ഒരുപോലെ ഇടപെടാനായിട്ട് സാധിക്കുകയില്ല, എല്ലാ വിശ്വാസികളോടും ഒരുപോലെ ഇടപെടാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവരൊക്കെ പല ആത്മീയ നിലവാരത്തിൽ ഉള്ളതായിരിക്കുന്ന ആളുകളാണ്. അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഇടപെടുവാനായിട്ട് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ബന്ധങ്ങൾ ദൈവഹിത പ്രകാരം നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പൗലോസ് ആത്മീകന്മാരോട് എന്ന പോലെ കൊരിന്ത്യയിലുള്ള ആൾക്കാരോട് ഇടപെടുകയാണ് എങ്കിൽ പൗലോസ് വളരെ നിരാശപ്പെട്ടു പോകും. എന്നാൽ അവരുടെ ആത്മീയ നില എന്താണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന ആത്മീയ പക്വത ആത്മീയനായിരിക്കുന്ന പൗലോസിനുണ്ട്. അവരെ തിരിച്ചറിയാനായിട്ട് പൗലോസിന് സാധിച്ചു എന്നുള്ളതാണ് ആത്മീയ പക്വതയുടെ
വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നമ്മളെക്കുറിച്ച് തന്നെ നമ്മളെ ആത്മീയത എങ്ങനെയുണ്ട് എന്ന് തിരിച്ചറിയണം. മറ്റ് നമ്മുടെ സഹോദരീ സഹോദരന്മാരുടെ ആത്മീയത എങ്ങനെയുണ്ട് എന്ന് തിരിച്ചറിയണം. ഇത് തിരിച്ചറിയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അവർക്ക് മാർക്കിടാൻ വേണ്ടിയല്ല കേട്ടോ. അവർക്ക് ഇത്ര മാർക്കുണ്ട്, എനിക്ക് എത്ര മാർക്കുണ്ട്, എനിക്ക് 8 മാർക്ക്. എൻ്റെ സഹോദരന്മാരെ ഞാൻ വാല്യൂ അവർക്ക് വേണ്ടി 4 മാർക്ക് 3 മാർക്ക്. ഞാൻ മറ്റുള്ളവരെ മാർക്ക് ഇടുമ്പോൾ സാധാരണഗതിയിൽ അല്പം കാഠിന്യം കാണിക്കും. എനിക്ക് ഔദാര്യമായിട്ട് ഞാൻ മാർക്കിടും. 8 ചില 9 വരെ കൊടുത്തില്ല, 10 പറയുന്നേ 9 മാർക്ക്. സഹോദരൻ്റെ പറഞ്ഞത് 4 ഇട്ടിട്ട് വെട്ടിയതിന് ശേഷം 3.5 മാർക്ക് കൊടുക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ അതിനു വേണ്ടിയല്ല ഈ പണി. നമ്മൾ മറ്റുള്ളവരെ ആത്മീയമായിട്ട് അളക്കുക, അതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അവർക്ക് മാർക്കിട്ട് ഞാൻ അവരെക്കാൾ മെച്ചമാണെന്ന് പറയാൻ വേണ്ടിയല്ല. പിന്നെയോ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അവരോട് ഇടപെടുന്നതിന് വേണ്ടിയാണ്. എങ്ങനെ അവർക്ക് ആത്മീയ വർധന വരത്തക്ക രീതിയിൽ, അവരെ ആത്മീയമായി സഹായിക്കുവാൻ കഴിയുന്ന രീതിയിൽ, പക്വതപ്പെടുവാൻ കഴിയുന്ന രീതിയിൽ, അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ഇടപെടുവാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ സഹോദരന്മാരാക്കി ദൈവം വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? എനിക്ക് എൻ്റെ ലോകം, നിങ്ങൾക്ക് നിങ്ങളുടെ ലോകം, അല്ലേ? അല്ല. നാം ഒരുമിച്ച് ദൈവഹിത പ്രകാരം പക്വതപ്പെടുവാൻ, വളരുവാൻ, ദൈവകൃപയിൽ ബലപ്പെടുവാൻ, അന്യോന്യം സഹായിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഒരുമിച്ചാക്കിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പരിഹാരം എന്ന് നാം കണ്ടുപിടിക്കുന്നത് പോലെ നമ്മുടെ സഹോദരന്മാരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുവാൻ, അവരെ പ്രബോധിപ്പിക്കുവാൻ, ഉത്സാഹിപ്പിക്കുവാൻ, ചില അവസരങ്ങളിൽ ശാസിക്കുവാൻ, അവരെക്കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ് നമുക്ക് ആവശ്യമാണ്. അത് ആത്മീയ പക്വതയുടെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ലക്ഷണമാണ്. ഗലാത്യയിലെ 6-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും തെറ്റിപ്പോയാൽ ആരാണ് അവരെ നേർവഴിക്ക് നടത്തേണ്ടത്? നിങ്ങളുടെ ആത്മീയന്മാരായിരിക്കുന്ന ആളുകൾ. നിങ്ങളുടെ ആത്മീയന്മാരായിരിക്കുന്ന ആളുകൾ അവരെ നേർവഴിക്ക് നടത്തണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ ആളുകളെ തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന പക്വത നമുക്കുണ്ടാകണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണോ? നമ്മുടെ കൂടെ ഉള്ള ആളുകൾ എല്ലാവരും ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടവരായിരിക്കില്ല. രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് നമുക്ക് സംശയം തോന്നിയാൽ എങ്ങനെയാണ് അദ്ദേഹത്തോട് ഇടപെടേണ്ടത്? ഞാൻ പറയാം, അദ്ദേഹത്തോട് സുവിശേഷം പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അദ്ദേഹത്തോട് കർത്താവിന്റെ വചനത്തിലൂടെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് വരുന്നത് എന്നുള്ളതിനൊക്കെ സംസാരിക്കണം. രക്ഷിക്കപ്പെട്ട ആളാണ്, പക്ഷെ പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിവില്ല എങ്കിൽ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ മനസ്സ് വയ്ക്കണം. ഒരു പ്രസ്താവന പറയട്ടെ, മനുഷ്യനെ തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. എല്ലാ പ്രസ്താവനകൾക്ക് തുല്യമായ പ്രാധാന്യം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ആളുകൾ സംസാരിക്കുകയാണ്, ഉടനെ അവർ പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവനകൾക്ക് എന്ത് വില കൊടുക്കണമെന്നുള്ളത് അവരുടെ ആത്മീക പക്വതയുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ നിർണ്ണയിക്കാനായിട്ട്. ചില ആളുകൾ ചുമ്മാ സംസാരിക്കുന്ന ആൾക്കാരാണ്, അവരുടെ പ്രസ്താവനകൾക്ക് അത്രത്തോളം പ്രാധാന്യമേ ഉള്ളൂ. എന്നാൽ ദൈവകൃപയാൽ ഹൃദയമായി രൂപപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന് വചനത്താൽ പരിജ്ഞാനം പ്രാപിച്ചതായിരിക്കുന്ന ദൈവമക്കളുടെ പ്രസ്താവനകൾക്ക് വളരെ ഗൗരവമായിരിക്കുന്ന പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് പൗലോസ് സഹോദരന്മാരെ, നിങ്ങൾ ഏത് നിലയിലാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങളോട് ആത്മീയനോട് എന്ന പോലെ എനിക്ക് സാധിക്കുകയില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളതായിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആത്മീയന്മാരല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾ ജഡീകന്മാരാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. വി നീഡ് ടു നോ പീപ്പിൾ വേർ ദേ ആർ. ആളുകൾ എവിടെയായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ബോധ്യപ്പെട്ട് ആ നിലയിൽ അവരോട് ഇടപെട്ടെങ്കിൽ മാത്രമേ ദൈവഹിതപ്രകാരമായിരിക്കുന്ന വ്യക്തിബന്ധങ്ങൾ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതാണ് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം. രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ആത്മീകമായിരിക്കുന്ന പക്വത നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ആത്മീകമായിരിക്കുന്ന ഏതു തരത്തിലുള്ള ആഹാരമാണ് ഇവർക്ക് കഴിക്കാൻ പറ്റുന്നത് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ ആത്മീകന്മാരോടെന്ന പോലെ അല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ
ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. അപ്പോൾ പക്വത നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏത് തരത്തിലുള്ള ആഹാരം കഴിക്കാനുള്ളതായിരിക്കുന്ന പ്രാപ്തിയുണ്ട് എന്നുള്ളതാണ് പക്വതയുടെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ 2 മാസം പ്രായമുള്ള ഒരു കൊച്ചിന് നമ്മൾ മാംസവും ചിക്കനും എല്ലാം കൂടെ അങ്ങോട്ട് കൊച്ചു വളരട്ടെ നല്ല ആഗ്രഹത്തോടു കൂടെയാണ് അതിന് കൊടുത്താൽ എന്ത് സംഭവിക്കും? അമ്മമാർ പറഞ്ഞാട്ടെ എന്ത് ചോദിക്കും? അയ്യോ കൊച്ചിൻ്റെ കാര്യം കാറ്റുപോകും. കാര്യം ചോദിച്ചാൽ അത് കഴിക്കാനുള്ളതായിരിക്കുന്ന പ്രാപ്തി അതിനില്ല. അതിൻ്റെ അന്തർ ഇന്ദ്രിയങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുവാനുള്ളതായിരിക്കുന്ന പാകതയിൽ എത്തിയിട്ടില്ല. അതിനനുയോജ്യമായിരിക്കുന്ന ഭക്ഷണം മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. പൗലോസ് പറഞ്ഞു, നിങ്ങൾ എന്നെക്കുറിച്ച് പരാതിയൊക്കെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് അത്ര ജ്ഞാനമൊന്നും പറയുന്നില്ല, എൻ്റെ പ്രസംഗത്തിൻ്റെ ആഴം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കുറവാണ് എന്ന് നിങ്ങൾ പരാതിപ്പെട്ടു. ഞാൻ നല്ല രീതിയിൽ ഭക്ഷണം നിങ്ങൾക്ക് തന്നായിരുന്നു വയറ്റിളക്കം പിടിച്ചേനെ. നിങ്ങൾക്ക് ആത്മീകമായിരിക്കുന്ന വയറ്റിളക്കം അത് പിടിക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനും കൈകാര്യം ചെയ്യുവാനുമുള്ള ആന്തരികമായിരിക്കുന്ന വളർച്ച, ആന്തർ ഇന്ദ്രിയങ്ങൾ, ആത്മീകമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ട് വളർന്നിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കഴിക്കുന്നതായിരിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം വളർച്ച വന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വേറെ ഒരു ലക്ഷണമാണ്. ചില സഹോദരങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നതായിരിക്കുന്ന ആത്മീയ വിഷയങ്ങളെന്നൊക്കെ പറയുന്നത് എബ്രായ ലേഖനകാരൻ്റെ ഭാഷയിൽ പറയുകയാണ് എങ്കിൽ വളരെ പ്രാഥമികമായിരിക്കുന്ന കാര്യങ്ങളിൽ ആ ആശയങ്ങളിൽ വിശ്വാസങ്ങൾ അവർക്ക് ഉറപ്പ് വന്നിട്ടില്ല. ചില സഹോദരന്മാർ 10-20 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും രക്ഷയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അവർ പറയണേ. എനിക്ക് സാധനം അറിയാം. അദ്ദേഹത്തോട് എനിക്ക് ദീർഘമായ കാലത്ത് പരിചയമുണ്ട്. അദ്ദേഹത്തെ ആദ്യം ഞാൻ കാണുന്ന അവസരത്തിൽ അദ്ദേഹം സഹോദര നമ്മുടെ രക്ഷ എങ്ങനെയുണ്ട് പോകുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും വാദിക്കുകയും സംശയങ്ങൾ പറയുകയും ചെയ്തു. ഒരു 10 വർഷം കഴിഞ്ഞ് പിന്നെ കണ്ടപ്പോൾ പുള്ളിയുടെ ചോദ്യം തന്നെയാണ്. ഇദ്ദേഹത്തിന് ഒരു വളർച്ചയും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അതേ ആഹാരം അതേ പാല് തന്നെയാണ് ഇപ്പോഴും കുടിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ള ഗൗരവമായിട്ടുള്ള ആത്മീയ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാനും അത് പറഞ്ഞാൽ മനസ്സിലാക്കാനും അതിനെ വിശകലനം ചെയ്യാനും ഒക്കെ ഉള്ളതായിരിക്കുന്ന പാകത വന്നിട്ടുണ്ടോ? ദൈവവചനത്തിലെ ആത്മീക സത്യങ്ങളെ മനസ്സിലാക്കുവാനും അതിനെ കൈകാര്യം ചെയ്യുവാനും അതിനെ വിശകലനം ചെയ്യുവാനും ഒക്കെ ഉള്ളതായിരിക്കുന്ന നിലയിലുള്ളതായിരിക്കുന്ന വളർച്ച ഉണ്ടായിട്ടുണ്ടോ? ക്യാൻ യു ഹാൻഡിൽ ഡോക്ട്രിൻ? ദൈവവചനത്തിന് ഉപദേശങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതായിരിക്കുന്ന പക്വത ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഇന്ന് പാല് തന്നെയാണ് കുടിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ അപക്വതയുള്ള ആളുകളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവന ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ 2 തരത്തിലുള്ളതായിരിക്കുന്ന ആഹാരത്തെക്കുറിച്ചാണ് പൗലോസോട് പറയുന്നത്. ഒന്ന്, പാല് എന്ന് പറയുന്നതായിരിക്കുന്ന ആഹാരം അത് ദഹിക്കാനായിട്ട് എളുപ്പമുള്ളതായിരിക്കുന്ന വലിയ ബുദ്ധിമുട്ട് കൂടാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു ആഹാരമാണ്. രണ്ടാമത്തേത് പറഞ്ഞത് ഭക്ഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമല്ല ബ്രോമ എന്ന് പറയുന്നതായിരിക്കുന്നത് പറഞ്ഞാൽ പ്രായമുള്ള ആളുകൾ കഴിക്കുന്നതായിരിക്കുന്ന ആഹാരത്തിനാണ് ഈ ഭക്ഷണം എന്നുള്ളതായിരിക്കുന്ന വാക്ക് അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് യഥാർത്ഥം നിങ്ങൾക്ക് തന്നത് പാലാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് വന്നപ്പോൾ പറഞ്ഞത് സുവിശേഷമാണ്. നിങ്ങൾ നല്ല പക്വതയും പാകതയും ഒക്കെ ഉള്ള ആളുകളായിട്ട് വളർന്നാൽ സുവിശേഷത്തേക്കാൾ കട്ടിയായിട്ടുള്ള ആഹാരം ഞാൻ നിങ്ങൾക്ക് തരുമായിരുന്നു എന്നാണോ പൗലോസ് യഥാർത്ഥത്തിൽ പറഞ്ഞത്? ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞ സുവിശേഷമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ശിശുക്കളാണ്, നിങ്ങൾക്ക് പാലേ കുടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാല് തരിക. നിങ്ങൾ യഥാർത്ഥത്തിൽ പക്വതയുള്ള ആളുകളായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഞാൻ സുവിശേഷം അങ്ങോട്ട് വിട്ടേച്ച് അതിനേക്കാളും മെച്ചമായിരിക്കുന്ന ആഴമുള്ള കടുപ്പമുള്ളതായിരിക്കുന്ന ആശയങ്ങൾ നിങ്ങളോട് പറയുമായിരുന്നു എന്നാണോ പൗലോസ് പറഞ്ഞത്? അങ്ങനെ അല്ലെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൗലോസ് കൊരിന്ത്യയിൽ വരുന്നതിന് മുന്നേ അവൻ എങ്ങനെ പ്രതികരിക്കും വളരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാവുന്നതാണ് പൗലോസ് ഒരു തീരുമാനം എടുത്താണ് കൊരിന്ത്യയിലേക്ക് വരുന്നത്. അതെന്താണ് തീരുമാനം? ഞാൻ നിങ്ങളെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം അറിയുന്നവരായിട്ടിരിക്കും
എന്ന് ഉള്ള തീരുമാനം എടുത്തിട്ടാണ് പൗലോസ് വരുന്നത്. അപ്പൊ പൗലോസ് പറയാൻ ആഗ്രഹിച്ചതായിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുന്ന സന്ദേശമാണ്. ആ സന്ദേശം ഇവളെ പക്വത അനുസരിച്ച് വ്യത്യാസപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ അത് വേറൊരു സന്ദേശം പറയാം എന്നുള്ളതായിരിക്കുന്ന തീരുമാനത്തോടു കൂടി അല്ല പൗലോസ് വരുന്നത്. പൗലോസിന് ഒരു തീരുമാനമാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം അറിയാനായി നിങ്ങളുടെ ഇരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഗോർഡൻ ഫീ എന്ന് പറയുന്നതായിരിക്കുന്ന എഴുത്തുകാരൻ പറഞ്ഞതായിരിക്കുന്ന പ്രസ്താവന ഞാൻ ആവർത്തിക്കണം. അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ കൊരിന്ത്യയിലുള്ളതായിരിക്കുന്ന ആളുകൾ കൊടുക്കാൻ വിചാരിക്കുന്ന പാലും കൊരിന്ത്യയിലുള്ളതായിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ വിചാരിക്കുന്ന ഭക്ഷണവും സുവിശേഷം തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആൻഡ് the food that he was going to give is the gospel and that is never going to change. കാരണം ചോദിച്ചാൽ അത് മാത്രം അറിയുന്നവരായിട്ട് അവരുടെ ഇടയിൽ ഇരിക്കാനാണ് പൗലോസ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ എന്താ ഭക്ഷണവും പാലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പക്വതയില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ച് സുവിശേഷം പാലാണ്. നാം പക്വത പ്രാപിക്കുന്നതനുസരിച്ച് സുവിശേഷത്തിന്റെ ആഴം, അതിന്റെ ഗൗരവം, അതിന്റെ വ്യാപ്തി, അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നതായിരിക്കുന്ന സ്വാധീനം, അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ the gospel for many people is just the milk. പല ആളുകളെ സംബന്ധിച്ച് സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നതിനുള്ളതായിരിക്കുന്ന ആദ്യ പടിയാണ്. അത് അവരെ സംബന്ധിച്ച് വെറും പാലാണ്. എന്നാൽ പൗലോസ് പറഞ്ഞു, നിങ്ങൾ പക്വത പ്രാപിക്കുവാൻ തക്കവണ്ണം, വളരുവാൻ തക്കവണ്ണം നിങ്ങൾ മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ ജ്ഞാനം സത്യമായിട്ട് നിങ്ങളോട് പറയുമായിരുന്നു. സുവിശേഷത്തിന്റെ ആഴം, അതിൽ അടങ്ങിയിരിക്കുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ പരിപാടിയുടെ വ്യാപ്തി, അതിലുള്ളതായിരിക്കുന്ന ഗൗരവം, സുവിശേഷത്തിന്റെ സ്വാധീനം, സുവിശേഷ ജീവിതങ്ങളെ രൂപപ്പെടുത്തുന്ന ദൈവത്തിന്റെ പദ്ധതി, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന് തന്നെയാണ് പൗലോസ് പറയുന്നത്. അപ്പൊ ആഹാരങ്ങളാണ് ഭക്ഷണവും പാലുമായി വ്യത്യാസമായി തീരുന്നത് അതിന്റെ വ്യാപ്തി, സുവിശേഷത്തിന്റെ വ്യാപ്തി ബോധ്യപ്പെടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ ഈ ആഹാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, രണ്ട് തരത്തില് ആണ് ഈ ഭക്ഷണം കഴിക്കുന്ന ആളുകളെ അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒന്ന് ആത്മീകൻ എന്ന് പറയുന്നതായിരിക്കുന്ന പ്രയോഗം, രണ്ട് ജഡീകൻ എന്ന് പറയുന്നതായിരിക്കുന്ന പ്രയോഗം. അപ്പൊ ആത്മീകന്മാരായിരിക്കുന്ന ആളുകളുടെ പ്രത്യേകതയാണ് നേരത്തെ തന്നെ താൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ആത്മീകന്മാര് സകലത്തെയും വിവേചിക്കുന്നു. കാര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ, ആളുകളെ തിരിച്ചറിയുവാൻ, ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ മനസ്സിലാക്കുവാൻ, സുവിശേഷത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുവാൻ, ഇതിനൊക്കെ ഉള്ളതായിരിക്കുന്ന പക്വത ആത്മീകന്മാരായിരിക്കുന്ന ആളുകൾക്കുണ്ട്. എന്നാൽ രണ്ടാമതൊരു ഗ്രൂപ്പിനെ കുറിച്ച് അദ്ദേഹം നേരത്തെ പറഞ്ഞതായിരുന്നു. പക്ഷെ അവരെ കുറിച്ച് നമ്മൾ ഇന്ന് ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് സുവിശേഷത്തിന്റെ ഘോഷണത്തിൽ നമ്മൾ പറഞ്ഞാൽ മതി. അതെന്താണ്? അവര് നാച്ചുറൽ പ്രാകൃതന്മാരായിരിക്കുന്ന ആളുകളാണ്, സ്വാഭാവികരായിരിക്കുന്ന മനുഷ്യരാണ്. അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ആത്മാവില്ലാത്ത ആളുകളാണ്, അവർക്ക് സുവിശേഷം മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്ത ആളുകളാണ്. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ആത്മീകന്മാരെ താരതമ്യപ്പെടുത്തുക, അല്ലെങ്കിൽ അവരുമായിട്ട് വ്യതിരിക്തമായി പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ജഡീകന്മാർ എന്ന് പറയുന്ന വാക്കാണ്. രണ്ട് ഇടത്ത് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ വാക്യത്തിൽ ജഡീകന്മാരോട് എന്ന പോലെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറയുന്നു. പിന്നീട് താൻ അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾ ജഡീകന്മാരല്ലോ എന്ന് ചോദിക്കുന്നതായിരിക്കുന്ന വാക്കുണ്ട്. മൂന്നാമത്തെ വാക്യത്തിൽ നിങ്ങൾ ജഡീകന്മാരാണ്, നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെയും നടക്കുന്നവരാണ് എന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവനയുണ്ട്. അവിടെ ഈ ജഡീകന്മാരെന്ന് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന ഈ 3-ാമത്തെ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരാശയമാണ്. എന്താണ് ഈ ജഡീകന്മാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം? ജഡീകന്മാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താണ് എന്ന് ചോദിച്ചാൽ, ജഡം എന്നുള്ളതായിരിക്കുന്ന വാക്ക്, ഫ്ലഷ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക് നിങ്ങൾ എടുത്താൽ, രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ ഉള്ളതായിരിക്കുന്ന മനുഷ്യൻ, അതാണ് ജഡം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ ഉള്ളതായിരിക്കുന്ന ഞാൻ, അതാണ് എൻ്റെ ജഡം എന്ന് പറയുന്നത്. ആദാമ്യ മനുഷ്യവർഗത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയതായിരിക്കുന്ന ആ ക്രമീകരണമാണ് എൻ്റെ ജഡം എന്ന് പറയുന്നത്. അപ്പൊ ജഡീകന്മാരെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ ഉള്ളതായിരിക്കുന്ന ജീവിത ശൈലിയിൽ തുടരുന്ന ആളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ ഉള്ളതായിരിക്കുന്ന ജീവിത ശൈലിയിൽ, അതിൻ്റെ അംശങ്ങളിൽ, അതിൻ്റെ രീതികളിൽ തുടരുക എന്ന് പറയുന്നതാണ്
ജഡീകനായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അല്ലെങ്കിൽ പറയാം, ആത്മാവ് കിട്ടിയതായിരിക്കുന്ന ആളുകൾ ആത്മാവ് കിട്ടാത്തവരെ പോലെ ജീവിക്കുന്നതാണ്. ആത്മാവ് ലഭിച്ചതായിരിക്കുന്ന ആളുകൾ ആത്മാവ് ഇല്ലാത്തവരെ പോലെ ജീവിക്കുന്നവരാണ്. അല്ലെങ്കിൽ പറയാം, രക്ഷിക്കപ്പെട്ടവര് രക്ഷിക്കപ്പെടാത്തവരെ പോലെ ജീവിക്കുന്നതാണ്. അതാണ് ജഡീകൻ എന്ന് പറയുന്നത്. ഐ ആം കൺട്രോൾഡ് ബൈ മൈ ലൈഫ് which was actually my life before I became a Christian. ഞാനൊരു യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുന്നമേ ഞാൻ എങ്ങനെയാണോ അതാണ് എൻ്റെ ജഡം എന്ന് പറയുന്നത്. ആ ജഡത്തിന്റെ രീതിയിൽ തന്നെ എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാകണമെന്നൊന്നുമില്ല. എന്നാൽ പൊതുവായിട്ട് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിട്ട് വ്യത്യാസമൊന്നും വരുന്നില്ല. അതാണ് ഈ ജഡീകൻ എന്ന് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് നമ്മളെ കണ്ടാൽ എന്തു പറയും? സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ യഥാർത്ഥത്തിൽ ആത്മീയന്മാരാണ്. നിങ്ങൾ ലോകത്തിന്റെയും ജഡത്തിന്റെയും രീതികൾ അനുസരിച്ച് ജീവിക്കുന്നതല്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതായിരിക്കുന്ന സുവിശേഷം നിങ്ങളെ വ്യത്യാസപ്പെടുത്തി, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തി, നിങ്ങളുടെ ലക്ഷ്യത്തെ അത് മാറ്റിമറിച്ചു. നിങ്ങളുടെ ജീവിതത്തിന്റെ പോക്ക് പഴയ രീതിയിൽ നിന്ന് ഇറ്റേക്ക് എ യു ടേൺ, അത് വ്യത്യസ്തമായ ദിശയിലേക്ക് സുവിശേഷം തിരിച്ചുവിട്ടു എന്നുള്ളതാണോ നമ്മളെ കുറിച്ച് പറയുക? അതോ സുവിശേഷം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ കടന്നു വന്നതായിരിക്കുന്ന എന്താ പറയുന്നത് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള, പക്ഷെങ്കിൽ അത് ജീവിതത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് പോലെ ഉള്ളതായിരിക്കുന്ന വ്യതിയാനം വരുത്തുന്നില്ല എന്നാണോ നമ്മളുടെ അനുഭവം എന്ന് ഞാൻ ചോദിക്കും. അപ്പൊ ജഡീകൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ ഉള്ളതായിരിക്കുന്ന ജീവിതത്തിന്റെ ആ ഒരു രീതിയും ശൈലിയും പിന്നീട് തുടരുന്നു എന്നുള്ളതാണ് ജഡീകന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് പറയാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത് രണ്ടാമത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ജഡീകന്മാരോട് എന്ന പോലെ. പിന്നെ എന്താ അതിന്റെ വിശദീകരണോട് പൗലോസ് പറയുന്നത്? ക്രിസ്തുവിൽ ശിശുക്കൾ എന്ന പോലെ, അല്ലെ? അങ്ങനെ ജഡീകന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളോട് എന്ന പോലെ അത്രേ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ജഡീകന്റെ രീതി എന്താന്ന് ചോദിച്ചാൽ ഈ ശൈശവത്വം എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യമാണ്. ചൈൽഡിഷ്നെസ്. മലയാളത്തിൽ ഈ ശൈശവത്വം എന്ന് പറഞ്ഞ ഒരു ഗെറ്റപ്പ് ഇല്ല, ഉണ്ടോ? ശൈശവത്വം അങ്ങനെ പറയാനല്ലോ തോന്നല്ലേ? ചൈൽഡിഷ്നെസ്. പിള്ളേരുടെ പ്രത്യേകത എന്തുവാ? പിള്ളേരുടെ പ്രത്യേകത ചോദിച്ചാൽ, രണ്ട് പിള്ളേരോട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ചെറുക്കന് അവന്റെ കളിപ്പാട്ടം എടുത്തു വരും, കളിപ്പാട്ടം എടുത്തു. ചില സഹോദരന്മാരുടെ വഴക്ക് കണ്ടാലും നമുക്ക് തോന്നുക, എന്തിനാ വഴക്കുണ്ടാകും? അവരെന്നെ എടുത്തു, എന്നോട് പറഞ്ഞു, എന്നെ കുഞ്ഞിനെ കാണിച്ചു. എന്തൊരു ഭയങ്കരമാണെന്ന് പറയാം എന്റെ പൊന്നു സഹോദരന്മാരെ. സോ ചൈൽഡിഷ്. എന്തൊരു ശൈശവത്വമാണ്! ആളുകളുടെ പ്രശ്നങ്ങള്, അവരുടെ സംഘർഷങ്ങള്, സംഘടനകള് എന്നൊക്കെ പറയുന്നത് എന്താന്ന് വിശദീകരിച്ച് പറയുമ്പോൾ എന്താ? കൊച്ചു പിള്ളേര് വഴക്കുണ്ടാക്കി വെച്ച് പറയുന്നതായിരിക്കുന്ന പ്രസ്താവന. കുറച്ചുകൂടെയൊക്കെ അവർ നന്നായിട്ടൊക്കെ പറയും കേട്ടോ, എന്നെ നുള്ളി എന്നൊന്നും അവർ പറയത്തില്ല. അതിനേക്കാളൊക്കെ നല്ല സാഹിത്യം ഉപയോഗിക്കാനായിട്ട് അവർക്കറിയാം എന്നുള്ളത് ശരിയാ. പക്ഷേ അതിനെ ഉള്ളി പൊളിച്ചു വരുമ്പം ഏതാണ്ട് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അവരുടെയും പ്രശ്നം എന്ന് പറയുന്നത്. ശൈശവ ചൈൽഡിഷ്നെസ്. പക്വതയും പാകതയും പ്രാപിച്ച് ക്രിസ്തീയ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ കാണുവാൻ, അതിനുള്ളതായിരിക്കുന്ന വളർച്ചയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ശൈശവത്തെ കുറിച്ച് അല്ലെങ്കിൽ ചൈൽഡിഷ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയണം കേട്ടോ. ഒന്ന് എന്താണ് എന്ന് ചോദിച്ചാൽ, മനുഷ്യരെല്ലാവരും ശിശുക്കളായിട്ടാണ് ജനിക്കുന്നത് എന്നുള്ളതാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. സഹോദരന്മാരെ സംബന്ധിച്ചൊരു ഭയങ്കര അനുഗ്രഹമാണ്. അതായത് നിങ്ങൾ ജനിച്ചപ്പം ഒരു 18 വയസ്സുള്ള ആളായിട്ട് ജനിച്ചെങ്കിൽ അമ്മമാരുടെ സ്ഥിതി ഒന്ന് നോക്കി ചിന്തിച്ചു നോക്കി, എന്തൊരു പരിപാടി! അത് നടക്കത്തില്ല. അങ്ങനെ അല്ല ദൈവത്തിന് കഴിയുന്നത്. എല്ലാ ആൾക്കാരും ശിശുക്കളായിട്ടാണ് ജനിക്കുന്നത്. ശിശുക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെ നമുക്ക് ഒരു ശിശുക്കളായി പോയല്ലോ എന്നോട് പറയാനുള്ളൂ. എന്റെ ദൈവമേ, ശിശുക്കൾ എന്ന് പറയുന്നത് എന്തൊരു അനുഗ്രഹമാണ്!
അവരുടെ കരച്ചില്, ചിരി, അവരുടെ കൈയെടുപ്പ്, കാലെടുപ്പ്, പിന്നെ അവർ കമന്ന് വീഴുന്നത്, അവര് ആദ്യമായിട്ട് അപ്പ, അമ്മ എന്നൊക്കെ വിളിക്കുന്നത് എത്രയോ അനുഗ്രഹീതമായിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒരർത്ഥത്തിൽ പറയാം, ശിശുക്കൾ എന്ന് പറയുന്നത് അനിവാര്യമായ കാര്യമാണ്. എല്ലാ വിശ്വാസികളും ശിശുക്കളായിട്ടാണ് ജനിക്കുന്നത്, അല്ലാതെ ജനിക്കാൻ പറ്റുകയില്ല. ചില വിശ്വാസികൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കൊരു 10-40 വയസ്സുള്ള രീതിയിൽ അവർ ആക്ട് ചെയ്യുന്നേ. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതായി 2 ആഴ്ചയായി. അപ്പോൾ പുള്ളിക്കിനി ലോക സുവിശേഷവൽക്കരണത്തിനായിട്ട് ബില്ലി ഗ്രഹാമിന്റെ ആ ഒരു നിൽപ്പിലാണ് നിൽക്കുന്നത്. എന്നെ മുന്നേ ഞാൻ പറയാം, ഈ 2 ആഴ്ച കൊണ്ട് 2 ആഴ്ചത്തെ വളർച്ചയുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ശിശുക്കളാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. അപ്പം ശിശുക്കളായിരിക്കുന്നതിൽ ഒരു അപമാനവുമില്ല. അത് വളരെ അനുഗ്രഹീതമായ കാര്യമാണ്. ഞാൻ പറയാം, ഒരു ഭവനത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അവിടെ പൈതങ്ങൾ കരയാനുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ്. നിശബ്ദമായ ഒരു ഭവനം നമുക്ക് സങ്കടമല്ലേ? നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടുന്ന ഇവിടെ പുതുതായി ജനിച്ചു വീണമായിരിക്കുന്ന കുട്ടികളുടെ ശബ്ദം ഉണ്ടാകണം. രക്ഷിക്കപ്പെട്ട മനുഷ്യർ നമ്മുടെ മധ്യത്തിലേക്ക് വരണം. അതാണ് ഒരു സഭയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ട ആളുകൾ ശിശുക്കളായിട്ട് വന്നതിന് ശേഷം അവരും ചെയ്യണം, അവർ വളരണം എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. ചില കുട്ടികളെ കുറിച്ച് നമുക്കറിയാമല്ലേ, 6 മാസമാകുമ്പോൾ അവരെന്ത് ചെയ്യണം? 3 മാസം അല്ലേ കമന്ന് വീണു അല്ലേ? 3 മാസമാണോ? 6 മാസം, പിന്നെ ഒരു 9 മാസം അല്ല, പിന്നെ 5 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നേരെ ഇരിക്കണം. പിന്നീട് ഒരു 9-10 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നടക്കാൻ തുടങ്ങണം. അങ്ങനെയാ. പക്ഷെ ചില പിള്ളേരെ നമ്മൾ കാണും, അവരെ കുറിച്ച് സങ്കടമാണ്. അവരിങ്ങനെ വളർന്നങ്ങ് കിടക്കുക. അപ്പം നമ്മൾ അവരുടെ മാതാപിതാക്കളോട് പറയും, സാരമില്ല, നമ്മൾ ജീവിതത്തിൽ എത്രയോ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്, ഓരോ നിലകളിലുള്ളതായ കഷ്ടങ്ങളാണ് ദൈവം നമുക്ക് തരുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് വളരെ സങ്കടകരമായ കാര്യമാണ്. ജനിച്ച് ആയിരിക്കുന്ന ശിശുക്കൾ വളരുക എന്ന് പറയുന്നത് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ അത് സങ്കടകരമായ കാര്യമാണ്. അപ്പൊ ഞാൻ പറയും, അതിനെക്കുറിച്ച് എസ്. ലൂയിസ് ജോൺസൺ പറയുന്ന പോലെ, there is childishness which is a blessed childishness and there is childishness which is deliberate childishness. അപ്പൊ അനിവാര്യമായിരിക്കുന്ന ഒരു ശിശുത്വമുണ്ട്, എന്നാൽ പിന്നെ നിർബന്ധമായിട്ട് നമ്മുടെ അനുസരണക്കേട് കൊണ്ടും നമ്മുടെ മത്സരം കൊണ്ടും സംഭവിക്കുന്നതായിരിക്കുന്ന ശൈശവം ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ശിശുക്കളെ പോലെയാണ് എന്ന് പറഞ്ഞത് ഒരു നല്ല രീതിയിലല്ല പൗലോസ് പറയുന്നത്. നിങ്ങൾ ശിശുക്കളായിരിക്കാൻ പാടില്ല എന്നുള്ള നിലയിലാണ് അവരെ കുറിച്ച് പറയുന്നത്. എന്റെ പൊന്നു സഹോദരങ്ങളെ, വർഷങ്ങൾ കൊണ്ട് മാത്രം വളർച്ച ഉണ്ടാവില്ല കേട്ടോ. ഭൗതികമായിരിക്കുന്ന വളർച്ചയാണെങ്കിൽ അങ്ങ് ഒരു പരിധി വരെയൊക്കെ നടക്കും. എന്നാൽ നല്ല പോഷകാഹാരമൊക്കെ ലഭിച്ച് ആരോഗ്യകരമായ രീതിയിൽ ശരീരത്തിന് വ്യായാമമൊക്കെ ലഭിച്ച് ആ നിലയിലൊക്കെ ക്രമപ്പെട്ടെങ്കിൽ നല്ല നിലയിലുള്ളതായിരിക്കുന്ന വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വിശ്വാസികളെ സംബന്ധിച്ച് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. നിങ്ങളോട്, ആത്മീയന്മാരോടെന്നല്ല, ജഡീകരോട് എന്ന് പറഞ്ഞാൽ ശിശുക്കളോട്, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. മൂന്നാമത് പൗലോസ് പറയുന്നതായിരിക്കുന്ന ഈ ജഡീകൻ എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യത്തിന്റെ പ്രത്യേകതയായിട്ട് പറയാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. അവിടെ ജഡീകന്മാരുടെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർ രക്ഷിക്കപ്പെടാത്തവരെ പോലെ ജീവിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് അവര് ശൈശവം അല്ലെങ്കിൽ അവരുടെ ചൈൽഡിഷ്നെസ്, അവരുടെ മൂല്യങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ പ്രാധാന്യങ്ങൾ, ഇടപാടുകളൊന്നും പക്വതയുള്ളതായിരിക്കുന്ന നിലയിലല്ല എന്നുള്ളതാണ് അവിടെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായിരിക്കുന്ന സ്വഭാവങ്ങളാണ്. ഈർഷ്യയും പിണക്കവും, അസൂയ, മത്സരം, വഴക്ക്, ഇതൊക്കെയാണ് നമ്മുടെ മധ്യത്തിലുള്ളത് എങ്കിൽ നമ്മൾ എത്രമാത്രം ആത്മീയന്മാരാണ് എന്ന് അവകാശപ്പെട്ടാലും ദൈവത്തിന്റെ വചനം അത് സമ്മതിച്ചിരിക്കില്ല. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും, അസൂയ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, അസൂയ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രശ്നമായിരുന്നു. ഇപ്പോഴൊരു പ്രശ്നമല്ല
എന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് പറയുകയല്ല, എങ്കിലും ഒരുപാട് വ്യത്യാസപ്പെട്ടു എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ അന്യോന്യം അസൂയപ്പെടുക. ഒരാൾക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് സന്തോഷിക്കുന്നതിന് പകരം അതിനെക്കുറിച്ച് അസൂയപ്പെടുക. മറ്റുള്ളവർ അവർക്ക് പുരോഗതിയോ ഉന്നതിയോ അനുഗ്രഹമോ വന്നതിൻ്റെ പേരിൽ അവരോട് മത്സരിക്കുക. ആ നിലയിലുള്ള പ്രതികരണം എന്ന് പറയുന്നത് ആത്മീകന്മാരുടെ പ്രതികരണമല്ല, അത് ജഡീകന്മാരായിരിക്കുന്ന ആളുകളുടെ പ്രതികരണമാണ്. ജഡത്തെ അനുസരിച്ച്, ആത്മാവിനെ അല്ല, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതായിരിക്കുന്ന ആളുകളുടെ പ്രതികരണമാണ്. അവിടെ ദൈവഹിത പ്രകാരം രൂപപ്പെട്ടതായിരിക്കുന്ന ഒരു സ്വഭാവം ഇല്ലാതെ നമുക്ക് യഥാർത്ഥത്തിൽ ആത്മീകന്മാരാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. നമ്മുടെ സ്വഭാവത്തെ, ഒരുപക്ഷെ നിങ്ങളുടെ സ്വഭാവത്തെ വിലയിരുത്താനായിട്ട് ഏറ്റവും പ്രാപ്തിയുള്ളതായിരിക്കുന്ന ആളുകളെന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം, മക്കൾ ആയിരിക്കാം. അപ്പം അവരോടൊക്കെ ചോദിക്കണം വല്ലപ്പോഴൊക്കെ, എൻ്റെ കുഞ്ഞ് എങ്ങനെയുണ്ട് അമ്മച്ചി, എങ്ങനെയുണ്ട് പപ്പ, എങ്ങനെയുണ്ട് ഡാഡി, എൻ്റെ ഇടപാടുകൾ എങ്ങനെയായിരിക്കുന്നു, എൻ്റെ സംസാരം, നിങ്ങളോടുള്ളതായിരിക്കുന്ന ബന്ധത്തിലുള്ളതായിരിക്കുന്ന എൻ്റെ പെരുമാറ്റം അത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നത് നല്ല കാര്യമാണ്. അന്യോന്യം സഹോദരി സഹോദരന്മാർ ചോദിച്ചാലും കുഴപ്പമില്ലാണോ, വല്ല നമ്മൾ പിന്നെ സത്യം പറയൂ അല്ലേ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും ശരി, നമുക്ക് ദൈവഹിത പ്രകാരമുള്ളതായിരിക്കുന്ന ഒരു പെരുമാറ്റം, സ്വഭാവം അത് വളർത്തിയെടുക്കുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവിനാൽ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ആത്മീയമായിരിക്കുന്ന വളർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവഹിത പ്രകാരമുള്ളതായിരിക്കുന്ന സ്വഭാവം, തീരുമാനം, പെരുമാറ്റം, ഇടപാടുകൾ, ബന്ധങ്ങൾ, അതാണ് ആത്മീകന്റെ ലക്ഷണം എന്ന് പറയുന്നതാണ്. നമ്മളെ കുറിച്ച് അങ്ങനെയൊക്കെ ആളുകൾ പറയുമോ? എന്നിട്ട് ഒന്നാമത് നമ്മളെ ആത്മീയ പക്വതയുടെ ലക്ഷണമായിട്ട് ഞാൻ പറഞ്ഞത് ആളുകളെ തിരിച്ചറിയുവാൻ, ആത്മീക നില തിരിച്ചറിയാനുള്ള കഴിവാണ്. രണ്ടാമത് ആത്മീയതയുടെ ലക്ഷണമായിട്ട് ഞാൻ പറഞ്ഞത് നാം ഏത് തരത്തിലുള്ളതായിരിക്കുന്ന ആത്മീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് പ്രാപ്തിയുള്ളതായിരിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അവിടെ മൂന്നാമത് ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ആവർത്തനമായിട്ട് തന്നെയാണ് ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആത്മീയ പക്വതയുടെ ലക്ഷണം ജഡീകന്മാരല്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന ആ പ്രസ്താവന തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, രൂപപ്പെട്ടതായിരിക്കുന്ന സ്വഭാവവും പെരുമാറ്റവുമാണ് ആത്മീയ പക്വതയുടെ മൂന്നാമത്തെ ലക്ഷണം. ആത്മീയ പക്വതയുടെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ആത്മീയ നിലയും നിലവാരവും മനുഷ്യരെയും ഒക്കെ തിരിച്ചറിയാനുള്ളതായിരിക്കുന്ന കഴിവാണ്. രണ്ടാമത് ആത്മീയ വിഷയങ്ങളെ പക്വതയോടെ മനസ്സിലാക്കുവാനും വിശദീകരിക്കുവാനും ആ നിലയിൽ ആത്മീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവാണ്. മൂന്നാമത് ആത്മീയ പക്വത ലക്ഷണം എന്ന് പറയുന്നത് രൂപപ്പെട്ടതായിരിക്കുന്ന ഒരു ജീവിതമാണ്, സ്വഭാവമാണ്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ? ആ പ്രസ്താവന ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ? എൻ്റെ പൊന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം അയച്ച് നമ്മളെ ദൈവത്തിന്റെ മക്കളായിട്ട് ദൈവം വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ ശേഷം മനുഷ്യരെ പോലെ ജീവിക്കാനായിട്ട് പിന്നീട് നമുക്ക് അനുവാദമില്ല. നമ്മൾ ശേഷം മനുഷ്യരെ പോലുള്ള ആളുകളല്ല, നാം ദൈവത്തിന്റെ മക്കളാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതായിരിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പിന്നെയും ആവർത്തിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, തെരുവിൽ പിച്ചക്കാരനായിട്ട് നടന്നതായിരിക്കുന്ന ഒരു പയ്യനെ ഒരു രാജ്ഞി, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ളതായിരിക്കുന്ന എലിസബത്ത് രാജ്ഞി തൻ്റെ മകനായിട്ട് ദത്തെടുക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ ആ പയ്യനെ രാജകുമാരന് ആവശ്യമായിരിക്കുന്ന എല്ലാ പദവികളും സ്ഥാനവും വസ്ത്രങ്ങളും എല്ലാം കൊടുത്തു. അതിനുശേഷം രാജകുമാരനായിരിക്കേണ്ട ഈ പയ്യന് പിറ്റേ ദിവസം കയ്യിലൊരു ചട്ടിയൊക്കെ എടുത്ത് അവന് ലണ്ടന്റെ തെരുവീതിയിൽ വല്ലതും തരണേ എന്ന് പറഞ്ഞിരിക്കുക. അത് നോക്കി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, അതിനകത്തുള്ളതായിരിക്കുന്ന യോഗ്യത. രാജകുമാരൻ്റെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. രാജകുമാരന് അകമ്പടിയുള്ള ആളുകളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ആളുകളൊന്നും എനിക്ക് വല്ലതും അറിയില്ല. എന്തൊരു നിരാശാജനകമായിരിക്കുന്ന, ഭ്രാന്തമായിരിക്കുന്ന വൈകൃതമാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. ശേഷം മനുഷ്യനെ പോലെ നാം രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ജീവിച്ചതുപോലെ തുടരുവാനുള്ളതായിരിക്കുന്ന അനുവാദം ദൈവം നമുക്ക് തന്നിട്ടില്ല.
സുവിശേഷത്തെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പ്രസ്താവന ഞാൻ ആവർത്തിക്കുകയാണ്. സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യനെ പാപത്തിന് ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുവാൻ മാത്രമുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ ക്രമീകരണമല്ല, പിന്നെയോ അത് നമ്മുടെ ജീവിതത്തെ ദൈവിക പ്രകാരം രൂപപ്പെടുത്തുവാനുള്ള ദൈവത്തിന്റെ ക്രമീകരണവുമാണ്. സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ദൈവിക പ്രകാരം വ്യത്യാസപ്പെടുത്തുവാനായിരിക്കുന്ന ദൈവത്തിന്റെ ക്രമീകരണമാണ്. സുവിശേഷം വിശ്വസിക്കുന്നതായിരിക്കുന്ന ഒരാള് സുവിശേഷം വിശ്വസിക്കാത്ത ഒരുത്തനെ പോലെ ജീവിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുകയില്ല, അനുവാദമില്ല. എന്നാൽ നമ്മളുടെ മത്സരം കൊണ്ടും നമ്മളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടും നമ്മുടെ ഹൃദയത്തിലെ പാപത്തിൻ്റെ ആ സ്വാധീനം കൊണ്ടും പലപ്പോഴും നമ്മളുടെ ജീവിതം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ബന്ധങ്ങൾ ഇത് മറ്റുള്ള മനുഷ്യരെ പോലെ ഉള്ള സാധാരണമായിരിക്കുന്ന നിലയിലുള്ളതായിരിക്കുന്ന ക്രമീകരണത്തിലാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. ചില വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ചില അവസരങ്ങളിൽ ഒരു ലോകത്തിലുള്ള ഒരു അവിശ്വാസി ചെയ്യില്ല എന്ന് ചില വിശ്വാസികളെ കുറിച്ച് പറയേണ്ടി വരും. അത് എത്രയോ സങ്കടകരമായ കാര്യമാണ്. ഒരു അവിശ്വാസി, സാധാരണക്കാരനായിരിക്കുന്ന രക്ഷിക്കപ്പെടാത്തൊരു മനുഷ്യൻ ചെയ്യാത്ത അപരാധം ചെയ്യുവാൻ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ധൈര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ വിചാരിക്കുന്നു രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഒരുപക്ഷെ ഈ പറഞ്ഞതേ ഉള്ളൂ അവർ രക്ഷിക്കപ്പെട്ട ആളുകളല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. രണ്ടാമത്, നമ്മൾ ആരാണ് ആയിരിക്കുന്ന കാര്യം നമ്മൾ പൂർണ്ണമായിട്ട് മറന്നുപോയി എന്നുള്ളത് കൊണ്ടാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ലോകത്തുള്ള മനുഷ്യരെ പോലെ ജീവിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. കാരണം നാം ലോകത്തുള്ളതായിരിക്കുന്ന മനുഷ്യരല്ല എന്നുള്ളത് കർത്താവ് പറഞ്ഞു. പിതാവേ, ഈ ലോകത്തിൽ നിന്ന് ഇവരെ എടുക്കണം എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, എന്നാൽ ഈ ലോകക്കാരല്ല, അതുകൊണ്ട് ഈ ലോകത്തിൽ അവരെ ലോകത്തിന് മാലിന്യം പറ്റാതെ സൂക്ഷിക്കണം എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ഈ ലോകത്തിൽ വിശ്വാസികളായി ജീവിക്കുവാനുള്ള മഹാഭാഗ്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടെ വിശ്വാസികളായിട്ട് തന്നെ നമ്മൾ ജീവിക്കണം. ഒരു രാജകുമാരൻ രാജകൊട്ടാരത്തിൽ അതിനുള്ളതായിരിക്കുന്ന അവകാശങ്ങളും പദവികളും അവന് ലഭിച്ചിരിക്കെ അതിന് യോജിക്കാത്ത നിലയിൽ പെരുമാറുവാൻ അവന് അനുവാദമില്ല. അവൻ പെരുമാറുകയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ ഏത് അവസരത്തിൽ അവൻ അങ്ങനെ പെരുമാറുന്നു അത് അപമാനകരമായ, ഞാൻ വിചാരിക്കുന്നു എലിസബത്ത് രാജ്ഞിയോട് ചെയ്യാൻ പറ്റുന്ന അതിനേക്കാളും വലിയ അപരാധമുണ്ടോ? അത് അദ്ദേഹം രാജ്ഞി ഇവനെ കാണുമ്പോൾ, എൻ്റെ പൊന്നു കൊച്ചേ, നീ എങ്ങനെ ഇങ്ങനെ ചെയ്തു? നിന്റെ പൂർവ്വ അവസ്ഥ നിനക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ട് ആ അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ച് കൊട്ടാരത്തെ കൊണ്ടുവന്ന് നിനക്ക് ഈ പദവികളെല്ലാം തന്നതിന് ശേഷം നീ ഇങ്ങനെ പെരുമാറാനായിട്ട് നിനക്ക് എങ്ങനെ കഴിഞ്ഞു എന്നല്ലേ അദ്ദേഹത്തോട് ചോദിക്കുള്ളൂ. ആ ഉദാഹരണത്തിന് ഒരു ബലഹീനത ഞാൻ പറയാം. അതെന്താന്ന് ചോദിച്ചാൽ, ഈ പിച്ചക്കാരനെ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് ബാഹ്യമായിരിക്കുന്ന ക്രമീകരണങ്ങളൊക്കെ വ്യത്യാസം വരുത്താനായിട്ട് രാജ്ഞിക്ക് കഴിഞ്ഞു എന്നുള്ളത് ശരി. അവൻ്റെ ഹൃദയത്തെ വ്യത്യാസപ്പെടുത്താൻ സാധിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴും അവൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഒരു പിച്ചക്കാരൻ്റെ ഹൃദയമാണ്. എന്നാൽ നമ്മളെ അങ്ങനെയല്ല ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. പാപികളായിരുന്നു നമ്മെ, ദൈവത്തോട് മത്സരിച്ചിരുന്നതായ നമ്മെ, ദൈവ ഇഷ്ടം ചെയ്യുവാൻ താല്പര്യമില്ലാത്ത നമ്മെ ദൈവമക്കളാക്കി തീർത്തപ്പോൾ നമ്മളെ വ്യത്യാസപ്പെടുത്തിയാണ് ദൈവം നമ്മളെ ദൈവമക്കളാക്കി തീർത്തിരിക്കുന്നത്. ഒരു പുതിയ ഹൃദയം നമുക്ക് തന്നു, ഒരു പുതിയ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ തന്നു, ഒരു പുതിയ ശക്തി തന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. അങ്ങനെയാണ് ദൈവം നമ്മളെ തന്നെ മക്കളാക്കി തീർത്തിരിക്കുന്നത്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോടെന്ന പോലെ സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ദൈവം നമുക്ക് തന്നതായിരിക്കുന്ന ഈ വിലയേറിയ പദവി, സുവിശേഷം, നമ്മെ അന്വേഷിച്ച് ഈ ലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപത്തിന്റെ ആ ഭയങ്കരമായ അവസ്ഥയിൽ നിന്ന് നമ്മളെ വിടുവിച്ച് തന്റെ സ്വന്തമായ ജീവനെ നമുക്ക് വേണ്ടി തന്ന് നമ്മളെ ദൈവമക്കളാക്കി തീർത്ത കർത്താവായ യേശുക്രിസ്തുവുമായ ആ ബന്ധത്തിൽ ജീവിക്കുന്ന നമുക്ക് ആത്മീകന്മാരായിട്ടല്ലാതെ ജഡീകന്മാരായിട്ട് ജീവിക്കാനായിട്ട് എങ്ങനെയാ സാധിക്കുക? അത് ജഡീകന്മാരായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു സാധ്യതയാണ് എങ്കിലും അത് ഒരിക്കലും ഒരു അനുവാദമല്ല. ജഡീകന്മാരായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു സാധ്യതയാണ് എന്നുള്ളത് ശരിയാണ്.
എന്നാൽ ഒരിക്കലും ഒരു അനുവാദമല്ല. നമുക്ക് ദൈവഹിതത്തിന് വിപരീതമായി പ്രവർത്തിക്കുവാനുള്ള ഒരു അനുവാദവുമില്ല. അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ശരിയാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ച് സുവിശേഷം വിശ്വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകളെ തുറന്ന് രക്ഷിക്കപ്പെടുവാൻ ദൈവത്തിന് കൃപ ലഭിച്ചവരായ നമ്മൾ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുവാൻ കടപ്പെട്ടതായിരിക്കുന്ന ആളുകളാണ്. നമുക്ക് സകലത്തെയും വിവേചിക്കുവാൻ, ജീവിതത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും നേരിടുവാൻ, എല്ലാ കാര്യങ്ങളെയും പ്രാധാന്യമായി തിരിച്ചറിയുവാൻ, ശരിയും തെറ്റും മനസ്സിലാക്കുവാൻ, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ എങ്ങനെ കഴിയുമെന്നുള്ളത് തിരിച്ചറിയുവാൻ അതിനുള്ളതായിരിക്കുന്ന പാകതയും പക്വതയും സ്വർഗത്തിലെ ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്ക് തരുവാൻ ഉള്ള എല്ലാ ക്രമീകരണവും നമ്മെ സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ നിസ്തുല്യമായിരിക്കുന്ന ഒരു പങ്കാളിത്വം, ഉത്തരവാദിത്വം അത് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. യാന്ത്രികമായിട്ട് ഭക്തന്മാരാകുകയില്ല കേട്ടോ, യാന്ത്രികമായിട്ട് ഭക്തന്മാരായിട്ട് തിരികയില്ല. ദൈവത്തിൻ്റെ പരിപാടിയിൽ ദൈവം വളരെ നിസ്തുല്യമായിരിക്കുന്ന ഒരു പങ്കാളിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് ദൈവകൃപയെ ആശ്രയിച്ച് ദൈവഭയത്തോടുകൂടെ ദൈവഹിതപ്രകാരം നമ്മളെ തന്നെ വിനയപ്പെടുത്തി വിധേയപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മൾ നിർബന്ധിക്കുന്നു, അതിനായി നമ്മൾ ബലപ്പെടുത്തുന്നു, അതിനായി നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. എന്നാൽ അതിനായിട്ട് വിധേയപ്പെടുവാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം, ശ്രദ്ധിക്കുവാനുള്ളതായിരിക്കുന്ന മനസ്സ്, അനുസരിക്കുവാനുള്ളതായിരിക്കുന്ന ഹൃദയം, ഇത് ദൈവസന്നിധിയിൽ നിന്ന് നിരന്തരം പ്രാപിക്കേണ്ടതായിരിക്കുന്ന കാര്യമാണ്. പലപ്പോഴും നമ്മുടെ തന്നെ വ്യക്തിപരമായിരിക്കുന്ന ജീവിതം പറയാം, നമ്മുടെ സഭയുടെ ആത്മീയ നിലയെക്കുറിച്ച് പറയാം. തൃപ്തികരമാണോ? അതോ? നമ്മൾ സഭയുടെ കൂടി വരാൻ തുടങ്ങിയിട്ട് 10-30 വർഷമായി. 30 വർഷം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന വളർച്ച ആത്മീയമായി പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞുവോ? അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ ആരാ കുറ്റക്കാര്? തമ്പുരാന് നമ്മളെക്കുറിച്ചുള്ളതായിരിക്കുന്ന പരിപാടിയിൽ പരാജയപ്പെട്ടു എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. ദൈവം തന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ, സുവിശേഷം, ഇതിനെ നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനും അതിന് വിധേയപ്പെടുവാനും അതിൻ്റെ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുവാനും നമ്മൾ മനസ്സ് വെച്ചില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സുവിശേഷത്തെ മനസ്സിലാക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹം അറിയുവാൻ, ആസ്വദിക്കുവാൻ, അതിൽ ആനന്ദിക്കുവാൻ നമുക്ക് ഇടയായി എങ്കിൽ അതെത്രയോ അനുഗ്രഹീതമായ കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസിനും കർത്താവിനും ഒക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയാൻ കഴിയേണ്ടത്, സഹോദരന്മാരെ, സഹോദരിമാരെ, എനിക്ക് നിങ്ങളോട് ആത്മീയന്മാരോട് എന്നപോലെ സംസാരിക്കാനായിട്ട് കഴിയും. അതിന് കാരണം സുവിശേഷം നിങ്ങളുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തി. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ രീതികളിൽ ചിന്തിക്കുന്ന ആളുകൾ, കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ രീതികൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ സ്വർഗത്തിലെ ദൈവം തന്നെ സുവിശേഷത്താൽ രൂപപ്പെടുത്തി എന്ന് നമ്മെക്കുറിച്ച് എല്ലാ മേഖലയിലും പറയുവാൻ തക്കവണ്ണം ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. എത്ര അനുഗ്രഹീതമായ ഒരു പദവിയിലേക്കാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. കർത്താവിനെ ഇത്രമാത്രം സ്നേഹിക്കുവാൻ, ഇത്രമാത്രം അറിയുവാൻ, ദൈവഹിതപ്രകാരം രൂപപ്പെടുവാൻ ഉള്ളതായിരിക്കുന്ന എല്ലാ സാധ്യതയും ദൈവം നമ്മളെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തിന് ഏറ്റവും വലിയ പരസ്യം രൂപപ്പെട്ടതായിരിക്കുന്ന ഒരു ജീവിതമാണ്. ക്രിസ്തീയ വിശ്വാസത്തിന് ഏറ്റവും വലിയ പരസ്യം രൂപപ്പെട്ടതായിരിക്കുന്ന ഒരു ജീവിതമാണ്. സുവിശേഷത്തിൽ തേയപ്പെടുന്ന, സുവിശേഷത്തിന് വിശ്വാസത്തെ സംബന്ധിച്ച് ആനന്ദിക്കുന്നതായിരിക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വം എന്നറിയാമോ? അവർ സുവിശേഷത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ജീവിക്കുവാൻ തക്കവിടെ കടപ്പെട്ട ആളുകളാണ്. ഞാൻ ചില സഹോദരന്മാരോട് പറയും, നിങ്ങൾക്ക് ഈ പണി നടക്കൂല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സുവിശേഷത്തിന് ഊന്നൽ കൊടുക്കുന്നതായിരിക്കുന്ന ആളാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആളുകളാണ്. സുവിശേഷത്തിന് ഊന്നൽ കൊടുക്കുന്നവരാണ് എന്ന് അവകാശപ്പെടുന്നതായിരിക്കുന്ന ആളുകൾ ആ സുവിശേഷത്തിന്റെ കാഴ്ചപ്പാടും അതിന്റെ നിലവാരവും അതിന്റെ മനോഭാവവും പുലർത്തുവാൻ കടപ്പെട്ടതായിരിക്കുന്ന ആളുകളാണ്. അതല്ലേ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? സുവിശേഷം നമ്മളെ സ്വാധീനിക്കട്ടെ,
അത് നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെടുത്തട്ടെ. അപ്പോൾ നമുക്ക് പറയാം, നാം ആത്മീയമായി പക്വത പ്രാപിച്ച ആളുകളാണ്. മറ്റുള്ള ആളുകളുടെ ആത്മീയ നില എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ആ നിലയിൽ അവരോട് ഇടപെടുവാൻ തക്കവണ്ണമുള്ളതായിരിക്കുന്ന പരിചയവും മനസ്സും അതിനുള്ള സമർപ്പണവും നമുക്കുണ്ട് എന്ന് നമുക്ക് നമ്മളെക്കുറിച്ച് പറയാൻ സാധിക്കും. രണ്ടാമത്, ആത്മീയ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ പാലപാത്രം കുടിക്കുന്ന ആളുകളല്ല. ആത്മീയ വിഷയങ്ങളെ സംബന്ധിച്ച് ഗൗരവമായിരിക്കുന്ന ആഴമുള്ള വിശാലമായ ആ ദൈവിക കാഴ്ചപ്പാട്, സുവിശേഷത്തെ സംബന്ധിച്ച്, ദൈവവചനത്തിലെ സത്യങ്ങളെ സംബന്ധിച്ച് ആഴമായ പരിജ്ഞാനമുള്ള, എബ്രായ ലേഖനകാരൻ പറയുന്നത് പോലെ, സഹോദരന്മാരെ, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ട ആളുകളാണ്. എന്നാൽ ഇപ്പോഴും ശിശുക്കളാണ്. ചില സഭകളെ കുറിച്ച് എനിക്ക് ഉള്ള സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, 15 വർഷം ഒക്കെയായി സഭകൾ, പക്ഷെങ്കിൽ സഭകളെ ഒരു ദൈവജനത്തിന് പ്രയോജനകരമായ രീതിയിൽ ഒരു ചെറിയ ആലോചന പറയാൻ പോലും ഉള്ളതായിരിക്കുന്ന പാകതയും പക്വതയും അവരാരും പ്രാപിച്ചിട്ടില്ല. അതിൽ നമുക്ക് പരാജയമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ആണെങ്കിൽ അത് സമ്മതിക്കുകയില്ല. അവരെ എങ്ങനെയാണ് പരിശീലിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം നിശ്ചയമായും ചിന്തിക്കും. എന്നാൽ ആളുകളുടെ ഭാഗത്തും അതിൻ്റെതായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഉത്തരവാദിത്വം ഉണ്ട് കേട്ടോ. ഹൗ കം വി ആർ സോ സാറ്റിസ്ഫൈഡ് വിത്ത് മീഡിയോക്രിറ്റി ദാറ്റ് വി ആർ ഓൺ? നാം ആയിരിക്കുന്ന ഈ അപക്വതയെ തുടരുവാൻ നാം എന്തുകൊണ്ട് ധൈര്യപ്പെടുന്നു എന്നുള്ളതായിരിക്കുന്ന ചോദ്യം ഗൗരവമായ ചോദ്യമാണ്. ഞാനതുകൊണ്ട് തമ്പുരാനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു, അതെല്ലാം സാധ്യമായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഐ എം ടയർഡ് ഓഫ് ബീയിങ് ദ വേ ഐ ആം. ഞാൻ ആയിരിക്കുന്ന നിലയിൽ തുടരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എന്നെ വ്യത്യാസപ്പെടുത്തണം, എൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണം, എൻ്റെ കാഴ്ചപ്പാടുകൾ എന്നെ രൂപാന്തരപ്പെടുത്തണം, എൻ്റെ ഇടപാടുകൾ എന്നെ വ്യത്യാസപ്പെടുത്തണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഇടപെടുവാൻ, സംസാരിക്കുവാൻ, സ്നേഹിക്കുവാൻ, തുറക്കുവാൻ, ക്ഷമിക്കുവാൻ അവിടെ നിന്നെ പഠിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അത് തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ദൈവസേനയിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ രൂപപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതങ്ങളെ ദൈവഹിത പ്രകാരം വ്യതിയാനപ്പെടുത്തുവാൻ, നമ്മുടെ സ്വഭാവത്തെ മാറ്റിമറിക്കുവാൻ, സുവിശേഷത്തിന് നമ്മളെ തന്നെ നമുക്ക് വിധേയപ്പെടുത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന അത്ഭുതകരമായ സാധ്യതയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ അവിടുത്തേക്ക് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു. സകലത്തെയും വിവേചിക്കുവാൻ കർത്താവിൻ്റെ മനസ്സ് തന്നെ അവിടുന്ന് ഞങ്ങൾക്ക് തന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ശിശുക്കളാണ്. ഗൗരവമായി ആത്മീയ വിഷയങ്ങളെ കാണുവാനും കൈകാര്യം ചെയ്യുവാനും ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങൾ ജഡീകന്മാരാണ്. പലപ്പോഴും ലോകത്തിൽ ഞങ്ങൾ രക്ഷിക്കപ്പെടുന്ന മുന്നണിയായ ഞങ്ങളുടെ കാഴ്ചപ്പാടുകളും ജീവിതത്തിൻ്റെ രീതിയും പിന്തുടരുന്നവരാണ്. ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ള വ്യതിയാനങ്ങളും രൂപാന്തരവും സുവിശേഷ മുഖാന്തരം ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുന്ന് വരുത്തണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ വിധേയപ്പെടുത്തുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.